ചെക്കോട്ടാസ്, വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ചെക്കോട്ട ഫാബ്രിക്. അതിൽ വരുന്ന അൺസ്റ്റിച്ച് സൽവാർ സെറ്റ്. കളേഴ്സ് കണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ്. നല്ലൊരു പീച്ച്, പിന്നെ ഇതാ യെല്ലോ, ഗ്രീൻ, യെല്ലോയിൽ തന്നെ 2 ഡിസൈൻസ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഹാൻഡ് പെയിൻറ്റ്, കടി പ്രിൻറ്റ് ആൻഡ് ഒരു ഗോൾഡൻ ഹൈലൈറ്റും ഒക്കെ കൊടുത്തിട്ടുള്ള പ്രിൻറ്റ് ഡീറ്റെയിലിംഗ്, അതിൻ്റെ കൂടെ ഹാൻഡ് ഹൈലൈറ്റിൻ്റെ ഭംഗിയും കൂടെ ചേരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. ഇത് 2399 പ്രൈസ് റേഞ്ചിലാണ്. PHU 196 ആണ് പ്രോഡക്റ്റ് കോഡ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബോട്ടം മെറ്റീരിയലാണ് കേട്ടോ. പ്യുവർ കോട്ടണിൽ വരുന്ന ബോട്ടം മെറ്റീരിയലാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ടോപ്പ് മെറ്റീരിയൽ കണ്ടോ, ടോപ്പ് മെറ്റീരിയൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആൻഡ് സോബർ ആയിട്ടുള്ള കളേഴ്സിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പ് മെറ്റീരിയൽ കണ്ടോ. ഇതാണ് ടോപ്പ് മെറ്റീരിയൽ. ആൻഡ് യോക്കിൽ ആ ലാഡർ ലേസിൻ്റെ ഒരു ഹൈലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ഇതാണ് ലാഡർ ലേസ് ഡീറ്റെയിലിംഗ്. ആൻഡ് ഒരു ബട്ടർഫ്ലൈയുടെ ഒക്കെ പോലത്തെ ബട്ടർഫ്ലൈയുടെ വിങ്സ് ഒക്കെ പോലത്തെ ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. എന്നിട്ട് അതിലെല്ലാം ഹാൻഡ് ഹൈലൈറ്റ് കൊടുത്തു, കാന്ത ഹൈലൈറ്റും സീക്വൻസ് ഹൈലൈറ്റും ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ട് വരുന്ന സെറ്റ്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ സ്കാറ്റർ ചെയ്തിട്ട് ചെറിയ ചെറിയ മോട്ടീവ്സും വന്നിട്ടുണ്ട്. ആൻഡ് ദുപ്പട്ട കണ്ടോ, ദുപ്പട്ട ഹാൻഡ് പെയിൻറ്റ് ഡീറ്റെയിൽ, ആ ഒരു ചിറക്ക് പോലെ വരുന്ന ഒരു ഡിസൈനില്ലേ, അത് ഫുള്ളായിട്ട് സ്കാറ്റർ ചെയ്ത് വന്നേക്കാണ് ദുപ്പട്ടയിൽ. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത്. ആൻഡ് സെയിം കളറിൽ പ്യുവർ കോട്ടൺ ഫാബ്രിക്, എഡ്ജസ് എല്ലാം ലേസ് ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെയിം കളറിൽ തന്നെ വരുന്ന കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ഇനി കളർ ഓപ്ഷൻസ് നോക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ, ഇപ്പോൾ നമ്മൾ കണ്ട ഡിസൈനിൻ്റെ യെല്ലോ ഓപ്ഷൻ. യെല്ലോയിൽ സെയിം ഡിസൈൻ പാറ്റേൺ തന്നെ, ഒരു ബട്ടർഫ്ലൈ വിങ്സ് ഒക്കെ പോലെ വരുന്ന ഒരു പാറ്റേൺ. യോക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തേക്കാണ്, ഇതാണ് യോക്കിൻ്റെ ഡീറ്റെയിലിംഗ്. ആൻഡ് ബോഡിയിൽ ഫ്രണ്ട് പാനലിൽ സ്കാറ്റർ ചെയ്തിട്ട് കൊച്ചു കൊച്ചു ലീഫ് പാറ്റേൺ പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോട്ടം വരുന്നത് ഇതാണ് പ്ലെയിൻ കോട്ടൺ ബോട്ടം. ആൻഡ് ഇതേ കോൺസെപ്റ്റിൽ തന്നെ ലേസ് ഫിനിഷൊക്കെ കൊടുത്ത നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട, വളരെ സൂപ്പറായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു ദുപ്പട്ട. PHU 197, 2399 പ്രൈസ് റേഞ്ച്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് കേട്ടോ. ഇതാണ് അടുത്ത സെറ്റ് വരുന്നത്. നല്ല ഭംഗിയില്ലേ. ഇനി കളറോ, ഇനി ഡിസൈൻലെസ് ലൈറ്റ്, ഫാബ്രിക് സെയിം തന്നെയാണ്. ഇനി അടുത്ത് വരുന്ന 2 ഓപ്ഷൻസും കൂടി ഉണ്ട്, യെല്ലോയും ഒരു ഗ്രീനും. ഡിസൈൻലെസ് ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഓപ്ഷൻ നോക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ, ഗ്രീനിൽ പേർപ്പിളിഷ് ഷെയ്ഡിലൊരു ഹാൻഡ് പെയിൻറ്റ് എഫക്റ്റ്, അതിനുള്ളിൽ ഹാൻഡ് ഹൈലൈറ്റ് കൊടുത്തേക്കുന്ന നല്ല ഭംഗിയുള്ളൊരു സെറ്റ്. ഈ ഒരു കളേഴ്സ് എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ്. പേസ്റ്റൽ ചാർട്ട് ഇഷ്ടമുള്ളവർക്ക് നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. 2599 പ്രൈസ് റേഞ്ച്. PHU 123 ആണ് പ്രോഡക്റ്റ് കോഡ്. ഇതിൻ്റെ ദുപ്പട്ടയിൽ നേരത്തെ നമ്മൾ കണ്ട ദുപ്പട്ടയിലാണെങ്കിൽ എഡ്ജസിൽ കൂടി ആയിരുന്നു, അതിൻ്റെ ബോർഡേഴ്സിൽ കൂടി ആയിരുന്നു പ്രിൻറ്റ് വന്നിരുന്നത്. ഇത് ഫുള്ളായിട്ട് സ്കാറ്റർ ചെയ്തിട്ട് പ്രിൻറ്റും അതിൻ്റെ കൂടെ ഹാൻഡ് ഹൈലൈറ്റും കൂടി വന്നിട്ടുണ്ട്. രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇതിലെ ദുപ്പട്ട വന്നിരിക്കുന്നത്. എല്ലാ ദുപ്പട്ടയ്ക്കും 4 എഡ്ജസിലും ലേസ് ഫിനിഷിങ്ങും വന്നിട്ടുണ്ട്. അത് അടുത്ത ഓപ്ഷൻ. ഇനി ഇതിൻ്റെ തന്നെ ഒരു മാംഗോ യെല്ലോ ഓപ്ഷൻ. ബോട്ടം കുറച്ചും കൂടി ബ്രൈറ്ററായിട്ടുള്ള മാംഗോ യെല്ലോ ടോണിലേക്ക് വന്നിട്ട് ഇത് അതിൽ കുറച്ചും കൂടി ലൈറ്ററായിട്ടുള്ള ഷെയ്ഡിലാണ്. കണ്ടോ, ഇതാണ് ദുപ്പട്ട, ടോപ്പ് മെറ്റീരിയൽ. കണ്ടോ, യെല്ലോയിൽ യെല്ലോ കളറിൽ തന്നെ ഗ്രീൻ കളറിൽ പ്രിൻ്റ് വന്നിട്ട് യെല്ലോ ഹൈലൈറ്റ് കൊടുത്തേക്കാണ്. കണ്ടോ, ദുപ്പട്ട സോഫ്റ്റ് കളേഴ്സ് എന്ന് പറയുന്ന പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്, സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സ്, എന്നിട്ട് വളരെ സോഫ്റ്റ് ആൻഡ് സൂപ്പറായിട്ടുള്ള പ്രിൻറ്റ് പാറ്റേണും. ഇതിൽ എംബ്രോയ്ഡറി ഹൈലൈറ്റും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയിൽ, അതുപോലെ തന്നെ ഹാൻഡ് പെയിൻറ്റിൻ്റെ ആ ഒരു ഇഫക്റ്റും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം 2599 പ്രൈസ് റേഞ്ചിൽ നല്ല ഭംഗിയുള്ള ചെക്കോട്ട ഫാബ്രിക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ്. ഇതിൻ്റെ എല്ലാ ഫോട്ടോസ് വെബ്സൈറ്റിലുണ്ട്. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store. പാർട്ടി വെയർ കളക്ഷൻ എന്നാൽ പേസ്റ്റൽ ഷെയ്ഡ്സിലും കൂടെയാണ് വന്നിട്ടുള്ള കളക്ഷൻസ്. ആൻഡ് ഒരു 5 കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കിയാലോ. ആൻഡ് ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡിലാണ്. ആൻഡ് ബോഡിയിൽ നമുക്ക് സ്കാറ്റർഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള സീക്വൻസ് വർക്ക്. ആൻഡ് എൻഡിലായിട്ട്
കുറച്ചൊന്ന് ഹെവി ആയിട്ട് നിൽക്കുന്ന രീതിക്ക് ഈ ഒരു കട്ട് ബീഡ്സിൻ്റെയും ഷുഗർ ബീഡ്സിൻ്റെയും സീക്വൻസിൻ്റെയും വർക്കാണ്. ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് ഫുള്ളി നമുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് നമുക്കിപ്പോൾ സിമ്പിളായിട്ടൊരു ലുക്ക് വേണം എന്നാൽ കുറച്ച് റിച്ച് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ ഒരു കളക്ഷൻസ് ചൂസ് ചെയ്യാം. ആൻഡ് സ്കാലപ്പ് ഡീറ്റെയിൽ എടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ ഒരു സീക്വൻസ് അല്ല, കട്ട് ബീഡ്സിൻ്റെയും ഷുഗർ ബീഡ്സിൻ്റെയും വർക്കാണ് ഈ ഒരു സ്കാലപ്പ് ഡീറ്റെയിലിൽ നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമുക്ക് സറ്റൂണിൽ വന്നിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ബോട്ടോ ഉണ്ട്, ലൈനിങ് പീസ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഓർഗൻസയിൽ തന്നെ ഭയങ്കര സിമ്പിളായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിൽക്കുന്ന, ഒത്തിരി പടർന്നൊന്നും നിൽക്കാത്ത ഒരു കൈൻഡ് ഓഫ് ഓർഗൻസയും കൂടെയാണ്. ബോഡിയിൽ നമുക്ക് സ്കാറ്റേഡ് ആയിട്ട് ഈ ഒരു ടോപ്പിൻ്റെ ബോഡിയിൽ വന്നിട്ടുള്ളത് പോലെ തന്നെ സ്കാറ്റേഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഈ ഒരു സീക്വൻസ് വർക്കും ഈ ഒരു സ്കാലപ്പ് ഡീറ്റെയിൽ നമുക്ക് 4 സൈഡ്സിലും വന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ ഒരു കട്ട് ബീഡ്സിൻ്റെ വർക്ക് കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ലുക്കാണ് ഈ ഒരു സൽവാർ സെറ്റിൽ നമുക്ക് വന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു പേസ്റ്റൽ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ ബോട്ടവും ലൈനിങ് പീസും ഇതാണ്. ദിസ് ഈസ് ദ ലുക്ക്. നമുക്കൊരു വി നെക്കോ അല്ലെങ്കിൽ ഒരു റൗണ്ട് നെക്കൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്തിടുമ്പോഴും നല്ലൊരു ലുക്ക് കിട്ടും. പ്രത്യേകിച്ച് നമുക്ക് യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ കൂടുതലും സ്ലീവ്ലെസ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. സ്ലീവ്ലെസ് ആകുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് നല്ല ഒതുങ്ങി കംഫർട്ടായിട്ട് നിൽക്കുകയും ചെയ്യും. ആൻഡ് നമുക്കൊരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ഈവനിങ് സാരി ഉടുക്കണ്ട എന്നുള്ളവർക്കും നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ ഒരു സൽവാർ സെറ്റ് ചൂസ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും ഈ ഒരു ഇങ്ങനെയാണ്. നല്ല കളർ ഷെയ്ഡ്സാണ് എല്ലാം വന്നിട്ടുള്ളത്, നല്ല പേസ്റ്റ്. എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ കളർ ഷെയ്ഡ്സ് എല്ലാം നമുക്ക് ചേരും. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഈ ഒരു പീച്ച് ഷെയ്ഡാണ്. അതിൻ്റെ ദുപ്പട്ട അല്ല, ഈ ഒരു ബോട്ടവും ലൈനിങ്ങും ഇതാണ്. സെയിം ഷെയ്ഡിൽ തന്നെ എല്ലാം വന്നിട്ടുള്ളത്. ആൻഡ് എല്ലാത്തിലും നമുക്ക് സെയിം ആയിട്ട് വന്നിട്ടുള്ള വർക്ക് ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ എൻഡിൽ വന്നിട്ടുള്ള ഈ ഒരു നമുക്ക് സെൽഫ് കളേഴ്സിൽ തന്നെ വന്നിട്ടുള്ള കട്ട് ബീഡ്സിൻ്റെയും ഷുഗർ ബീഡ്സിൻ്റെയും വർക്കാണ് ഇതിൽ ഫുള്ളി നമുക്ക് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ കൂടെ പെയർ ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ട. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്. എല്ലാത്തിലും സെയിം വർക്കാണ്, അതുകൊണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, എല്ലാത്തിലും നമുക്ക് സെയിം ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ള കട്ട് ബീഡ്സിൻ്റെയും ഷുഗർ ബീഡ്സിൻ്റെയും വർക്കാണ് ഫുള്ളി നമുക്ക് പ്ലേസ് ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ദുപ്പട്ട വരുന്നതും ഇങ്ങനെയാണ്, ബോട്ടം. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡാണ്. പാർട്ടി വെയർ ലുക്കിനൊക്കെ സിമ്പിളായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ ഒരു ഷെയ്ഡൊക്കെ ചൂസ് ചെയ്യണം കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നത്, നമുക്കൊരു പേളിൻ്റെ ജ്വൽസൊക്കെ ഇട്ട് പെയർ ചെയ്യുമ്പോഴും നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ. ആൻഡ് അതിന് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SBP 933 എന്ന കോഡിൽ 2999 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട്, www.aham.store. ഇന്ന് കുറച്ച് ഡിഫറെൻറ്റ് പാറ്റേണിൽ നിൽക്കുന്ന അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റാണ് കേട്ടോ. 3 ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. ഒരു ലാവൻഡറിൻ്റെയും അതുപോലെ ഒരു ബോട്ടിൽ ഗ്രീൻ ആൻഡ് മസ്റ്റർഡ് യെല്ലോ. ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് പാറ്റേണും കൂടെയാണ് വന്നിട്ടുള്ളത്. ഈ ടോപ്പിൽ ഫുൾ നമുക്ക് തെച്ചി കോട്ടയിൽ വന്നിട്ടുള്ള സൽവാർസാണ് കേട്ടോ. അൺസ്റ്റിച്ചഡ് ആയിട്ട് വരുന്ന സൽവാർ സെറ്റാണ്. ആൻഡ് അതിനെ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് നൽകൊണ്ട മിറേഴ്സിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് കൂടെ വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ടോപ്പ് വരുന്നത്, ഇങ്ങനെയാണ് കേട്ടോ. ടോപ്പിൻ്റെ എൻ പോർഷനിലും ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണെങ്കിലും പാരൻസിനൊക്കെ പേഴ്സണൽ യൂസിനായാലും പറ്റുന്ന നല്ലൊരു ഓപ്ഷനും കൂടിയാണ്. ആൻഡ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ. മെറൂൺ ഒരു കോൺട്രാസ്റ്റ് ലുക്കിൽ നിൽക്കുന്നതാണ് ബോട്ടവും ആൻഡ് ദുപ്പട്ടയും. ദുപ്പട്ട നമുക്ക് മെറൂൺ ഷെയ്ഡിലാണ്, മെറൂൺ വിത്ത് ആ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. ദുപ്പട്ടയിലും ഫുൾ നമുക്കൊരു ബ്ലോക്ക് പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ആൻഡ് ഷിഫോൺ ഫാബ്രിക്കിലാണ് നമുക്ക് ദുപ്പട്ട വന്നിട്ടുള്ളത്. ആൻഡ്
കോട്ടണിലാണ് നമുക്ക് ബോട്ടം വന്നിട്ടുള്ളത്. ബോട്ടത്തിൽ നമുക്ക് ഫുൾ ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് തന്നെയാണ് കേട്ടോ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതാണ് ഫസ്റ്റ് ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു മസ്റ്റർഡ് യെല്ലോയുടെയും ഒരു പിങ്കിൻ്റെയും കോമ്പിനേഷൻ. ഇതാണ് കേട്ടോ. ഈ ഒരു വർക്ക് എന്ന് പറയുമ്പോഴേ ഒത്തിരി നമ്മൾ കാണാത്തൊരു വർക്കും കൂടെയാണ്. ആൻഡ് ഇതൊക്കെ ഒത്തിരി ടൈം എടുത്ത് ചെയ്യുന്നൊരു വർക്കാണ്. ആൻഡ് ഇത് കുറച്ചും കൂടെ എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഈ ഒരു വർക്ക് ഫുള്ളി നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇതിൽ നമുക്ക് ഫുൾ ആ ഒരു തെപ്ചിയുടെ തന്നെ വർക്ക് ഡീറ്റെയിലും കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്തൊരു കുഞ്ഞു ഒരു നൽകൊണ്ട മിറേഴ്സിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങിലും സ്കാറ്റേർഡ് ആയിട്ട് ബോഡിയിൽ ത്രൂ ഔട്ട് വരുന്നുണ്ട്. എൻഡ് പോർഷനിലും ആ ഒരു ബ്ലോക്ക് പ്രിൻ്റാണ് വരുന്നത്. ആൻഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര ഭംഗിയായിട്ട് കിടക്കുന്നൊരു കൈൻഡ് ഓഫ് ആണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റിൽ നിൽക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ട. കോട്ടണിലാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതൊരു കോട്ടൺ ലൈനിങ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഏതൊരു ക്ലൈമറ്റിലും യൂസ് ചെയ്യാൻ പറ്റുന്നതും കൂടി. ഇതൊക്കെ ആകുമ്പോൾ ഒത്തിരി നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവാത്തൊരു കളക്ഷനും കൂടെയാണ്. ആൻഡ് ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ലാവൻഡറിൻ്റെ ഒരു കോമ്പിനേഷൻ, ലാവൻഡർ വിത്ത് ഒരു ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് കേട്ടോ. അതിൻ്റെ നമുക്ക് ടോപ്പിലായാലും ആ തെപ്ചി ആ ഒരു വർക്കിനുള്ളിൽ തന്നെ നമുക്കൊരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും കൂടെ നമുക്ക് കാണാൻ മനസ്സിലാവും. ആ ലാവൻഡറിൻ്റെയും ഒരു വയലറ്റിൻ്റെയും ഒരു കോമ്പിനേഷൻ വരുന്നത്, അത് ഫുള്ളും നമുക്ക് ആ വയലറ്റ് ഫുള്ളും വരുന്നത് ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്. ആൻഡ് ബ്ലാക്ക് സോളിഡായിട്ട് വന്നിട്ടുള്ള ബോട്ടം. നമുക്ക് ഇതിൽ വന്നിട്ടുള്ള ബോട്ടം സോളിഡാണ് കേട്ടോ. മുന്നേ കാണിച്ച രണ്ടെണ്ണത്തിലും നമുക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് വരുന്നുണ്ടെങ്കിലും ഇതിൽ സോളിഡായിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഷിഫോണിൽ വന്നിട്ടുള്ള ദുപ്പട്ട. ഷിഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നതും കൂടെയാണ്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് കോഡ് വരുന്നത് SF1064 എന്ന കോഡിൽ പ്രൈസ് റേഞ്ച് 3709 ആണ് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store.